കരൂർ ദുരന്തത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് മദ്രാസ് ഹൈക്കോടതി. ദുരന്തത്തിൽ നടൻ വിജയ്ക്കെതിരെ മദ്രാസ് ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനം. വിശദവിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, അതിരൂക്ഷ വിമർശനമാണ് കോടതിയിൽ നിന്നും വിജയ്ക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. കരൂരിലേത് മനുഷ്യനിർമ്മിത ദുരന്തമെന്നാണ് കോടതി വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, അങ്ങനൊരു അപകടത്തിൽ അണികളെ ഉപേക്ഷിച്ചു പോയ ഒരാൾക്ക് എന്ത് നേതൃഗുണമുണ്ട് എന്നും കോടതി ചോദിക്കുന്നുണ്ട്. എന്തായാലും കോടതിയിൽ നിന്നും വിജയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു വലിയ തിരിച്ചടിയാണ്, അല്ലേ? സിന്ദൂരി, 41 പേരുടെ മരണത്തിനിടയാക്കിയിട്ടുള്ള കരൂർ ദുരന്തത്തിൽ കടുത്ത വിമർശനങ്ങളാണ് ഇന്ന് മദ്രാസ് ഹൈക്കോടതി വിജയ്ക്കെതിരെയും അതോടൊപ്പം തന്നെ വിജയുടെ അധ്യക്ഷതയിൽ പോകുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെയും നടത്തിയിട്ടുള്ളത്. കൃത്യമായും ഇതൊരു മനുഷ്യ ദുരന്തമാണ് എന്നുള്ള നിരീക്ഷണം കോടതി നടത്തുകയുണ്ടായി. മാത്രമല്ല, കുഞ്ഞുങ്ങൾ അടക്കം മരണപ്പെട്ട സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് വിജയെ പോലുള്ള ഒരാൾ ഈ പാർട്ടിയുടെ അധ്യക്ഷനായിട്ട് പോലും ആ സംഭവ സ്ഥലത്തു നിന്നും മുങ്ങിക്കളഞ്ഞത്, സ്ഥലം വിട്ടതാണോ എന്നുള്ള ചോദ്യമാണ് കോടതി ഇന്ന് നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിലൂടെ വിജയുടെ മനോഭാവമാണ് പ്രതിഫലിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരാൾക്ക് ഒരു സംഘാടന മികവുമില്ല, അല്ലെങ്കിൽ ഒരു നേതൃഗുണം ഇല്ല എന്നുള്ളതും കോടതി അതിരൂക്ഷ വിമർശനമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ കേസ് പരിഗണിക്കവേ ഈ TVK പ്രവർത്തകരായിട്ടുള്ള ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള 2 പേരുടെ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തിട്ടുണ്ട് കോടതി. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് TVKയുടെ ആവശ്യം ഇതിലൊരു CBI അന്വേഷണമായിരുന്നു. എന്നാൽ അത്തരത്തിൽ CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതും കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് അന്വേഷിക്കുന്നതിനായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ IPS ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ വേണ്ടിയാണ് മദ്രാസ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിട്ടുള്ളത്. അതേസമയം തന്നെ ഈ TVK മറ്റു വാദങ്ങൾ കൂടി കോടതിയിൽ ഉയർത്തുകയും ചെയ്തു. പോലീസിന്റെ അനുമതിയോടുകൂടിയാണ് ഇത്തരത്തിൽ റാലി നടത്തിയത്. തങ്ങൾക്കെതിരെ ഈ കള്ള കുറ്റമാണ് ചുമത്തപ്പെട്ടിട്ടുള്ളത് എന്നുള്ള വാദം കോടതിയിൽ TVKയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വാദങ്ങളൊന്നും നിലനിൽക്കുന്നതല്ലെന്നും അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു മാനദണ്ഡങ്ങളെല്ലാം മാനിക്കാതെ ഒരു രാഷ്ട്രീയ പ്രചാരണം എന്ന നിലയിലാണ് TVK പരിപാടി നടത്തിയതെന്നും വിജയ് അതിന്റെ സംഘാടകൻ എന്ന നിലയിൽ പൂർണ്ണമായും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ളതുമാണ് തമിഴ്നാട് സർക്കാർ എന്ന് കോടതിയെ അറിയിച്ചുള്ളത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല, 2 TVK പ്രവർത്തകരുടെ ജാമ്യാപേക്ഷയും ഇന്ന് മദ്രാസ് ഹൈക്കോടതി തള്ളുകയും ചെയ്തു. സിന്ദൂരി, വ്യക്തമാണ് സ്വാതി.